മുസ്ലിം ലീഗിൽ ഒറ്റപ്പെട്ട് PK ഫിറോസ്. ഫിറോസിനെതിരെ ഉയർന്നത് ഗുരുതര ആരോപണങ്ങളെന്ന് ലീഗ് വിലയിരുത്തൽ. ആരോപണങ്ങൾക്ക് ഫിറോസ് മറുപടി പറയട്ടെന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം. PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, PK ഫിറോസ് ചില ന്യായങ്ങളുമായിട്ടൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും ജലീൽ ഉന്നയിക്കുന്ന അതിശക്തമായ ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്നൊരു വിലയിരുത്തൽ പൊതുവെ ലീഗിലുണ്ടോ? ഷമി, KT ജലീൽ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയിരിക്കുന്നത്. PK ഫിറോസിന്റെ ഈ സാമ്പത്തിക വളർച്ച, വളരെ പെട്ടെന്നുണ്ടായ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയെ പറ്റിയുള്ള പലതരത്തിലുള്ള രേഖകളും തെളിവുകളും സഹിതമാണ് KT ജലീൽ രംഗത്ത് വരുന്നത്. പലതരത്തിലുള്ള ഈ സാമ്പത്തിക ഇടപാടുകളും ഫിറോസ് നടത്തുന്നുണ്ട്. അതിനകത്ത് ഇതുവരെയും ഈ ഒരു ആരോപണങ്ങളോട്, വെളിപ്പെടുത്തലോട് ഇതുവരെയും ഒരു പ്രതികരണം നടത്തുന്നതിന് വേണ്ടി PK ഫിറോസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് നേതൃത്വവും വലിയ രീതിയിലുള്ളൊരു പ്രതിരോധത്തിലാണ്. കാരണം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ ലീഗിന്റെ നേതൃനിരയിലേക്ക് ഈ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹി സ്ഥാനത്തേക്കൊക്കെ വരേണ്ട ഒരു നേതാവാണ് PK ഫിറോസ്. ഫിറോസിനെതിരെ തുടർച്ചയായി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായക്ക് വലിയ രീതിയിലുള്ള മങ്ങലേൽപ്പിച്ചു എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവിൽ ലീഗ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ നമുക്കറിയാം, മുസ്ലിം ലീഗിനകത്ത് നേതാക്കൾക്കെതിരെ എത്തുന്നൊരു ആരോപണങ്ങളോ വിമർശനങ്ങളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവെങ്കിലും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരാറുണ്ട്, മാധ്യമങ്ങളോടൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട്. പക്ഷേ ഫിറോസിന്റെ കാര്യത്തിൽ ഇതുവരെയായിട്ടും ഒരു നേതാക്കളും കരക്ഷമായ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ബന്ധപ്പെടുമ്പോൾ പോലും പ്രതികരിക്കാൻ ഈ നേതാക്കൾ തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനകത്തും ഫിറോസിനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ ദോസ്തി ചലഞ്ചൊക്കെ നടത്തി വലിയ രീതിയിലുള്ള ഈ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് KT ജലീൽ ആരോപണം ഉന്നയിക്കുന്നത് ലീഗിന്റെ തന്നെ പ്രവർത്തകർ വിവരം നൽകിയിട്ടാണെന്ന് ജലീൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വളരെ കൃത്യമായി യൂത്ത് ലീഗിനകത്തും മുസ്ലിം ലീഗിനകത്തും പോലും ഫിറോസിനെതിരെ വലിയ രീതിയിലുള്ള വികാരമുണ്ട് എന്നാണ് അതിലൂടെ വ്യക്തമാവുന്നത്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാക്കളോ ദേശീയ നേതാക്കളോ ആരും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. MSF ആണെങ്കിൽ പൂർണ്ണമായും ഫിറോസിന്റെ കയ്യിൽ നിന്നും പോയിരിക്കുകയാണ്. ഫിറോസിന് MSF സംഘടനക്കകത്ത് സ്വാധീനമില്ല. നവാസിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു ടീമാണത്. ഫിറോസിന്റെ നേരെ ഓപ്പോസിറ്റ് ടീമാണെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ആക്റ്റീവായി നിൽക്കുന്ന ഒരു നേതാക്കളും ഫിറോസിന് വേണ്ടി രംഗത്ത് വരാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ജലീൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ വസ്തുതയുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നലെ നമുക്കറിയാം, ME ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാനെത്തിയ KT ജലീലിന് നന്ദി പറഞ്ഞുകൊണ്ട് PK ഫിറോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അതിന്റെ ഏറ്റവും രസകരമായ കാര്യം, ആ ഹോട്ടൽ ഫിറോസിന്റെ ബിനാമിയുടേതാണെന്ന് ജലീൽ ആരോപിച്ചിരുന്നു. അപ്പൊ ആ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം നന്ദി പറഞ്ഞുകൊണ്ട്, തന്റെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഫിറോസ് തന്നെ എസ്മയിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ദുബായിലെ ഒരു കമ്പനിക്കകത്ത് 5 ലക്ഷം രൂപ മാസ ശമ്പളം ആകുന്ന ഒരു ജോലി ചെയ്യുന്നു. അതിന്റെ ഒരു ആ രേഖകൾ ഉൾപ്പെടെ ജലീൽ പുറത്തു കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇവിടെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്തെങ്കിലും ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു യുവജന നേതാവ് എങ്ങനെയാണ് ദുബായിൽ ഇത്തരം ഒരു കണക്കാസ് കമ്പനിയിൽ ഇത്തരം ശമ്പളം വാങ്ങുന്നത് എന്നുൾപ്പെടെയുള്ള വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഷമി, കുട്ടൻ, ഈ ഒരു വരുമാന സ്രോതസ്സിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ ഇപ്പോഴും PK ഫിറോസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ന്യായങ്ങളും സാധാരണ ഇത് കേൾക്കുന്ന ഒരാൾക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ വലിയ വീട്, അതുമായി ബന്ധപ്പെട്ട് ജലീൽ അടക്കം ഉന്നയിക്കുന്ന വിവിധ ബിസിനസ്സുകൾ, അതുപോലെ തന്നെ ഒപ്പം തന്നെ വരുന്നതാണ് ഈ സഹോദരനെതിരായ കേസ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ഫിറോസിൻ്റെ വിശദീകരണങ്ങൾക്കൊന്നും ഒരു നിലനിൽപ്പില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ലീഗിൽ പോലും ഇദ്ദേഹം ഒറ്റപ്പെടുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണം ഒരു പൊതുപ്രവർത്തനെതിരെ ഉയർന്നപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി സ്വാഭാവികമായും പറയേണ്ടതാണ്. അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ആരോപണം തെറ്റാണെങ്കിൽ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുന്ന ഒരു പതിവ് കാഴ്ച നമ്മൾ കേരളത്തിൽ കാണുന്നതാണ്. പക്ഷേ ഫിറോസ് ഇതുവരെയായിട്ടും ഈ ആരോപണങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളോ വിശദീകരണങ്ങളോ നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പ് താലൂരിൽ മത്സരിക്കുമ്പോൾ നൽകിയ ഈ സത്യവാങ്മൂലം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലം അതിനകത്ത് 25 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത തനിക്കുണ്ടെന്ന് ഫിറോസ് കാണിച്ചിരുന്നു. പക്ഷേ ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ പിന്നെ എങ്ങനെയാണ് ഫിറോസ് ഇത്രയും ഈ കടബാധ്യതയൊക്കെ മാറ്റി ഇത്രയും വലിയ കോടീശ്വരനായത് എങ്ങനെയാണെന്നുള്ള ചോദ്യങ്ങളാണ് KT ജലീലും അതോടൊപ്പം പൊതുസംഭവം ഒക്കെ ചോദിക്കുന്നത്. അതിന് കൃത്യമായ ഒരു മറുപടി പറയാനോ ഈ ആരോപണങ്ങളെ വിശദീകരണം നടത്താനോ ഫിറോസിന്റെ ഒരു മറുപടിയും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ലീഗിലും
യൂത്ത് ലീഗിലും ഒക്കെ തന്നെ ഫിറോസ് ഒറ്റപ്പെടുന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത്. പി വി കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്.